ഹലോ നമസ്കാരം, കപ്രിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തലപതി ചെല്ലമകളെ ജനനായകന്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് വായു. അനിലിന്റെ മ്യൂസിക് ആണ്. നമുക്കൊന്ന് പാട്ട് കാണാം. ഇന്നലെ ഒരു പ്രമോ ഒക്കെ വന്നിരുന്നു, കുറച്ച് ഇമോഷണൽ ബോണ്ട് ഉള്ള ഒരു പാട്ടാണ്. അറിയാലോ. കേവിയൻ പ്രൊഡക്ഷൻ, വെങ്കട് കെ നാരായണൻ, അനിൽ മ്യൂസിക്, തലപതി വിജയ്. ഓ അത് അടിപൊളി പ്രൊമോ ഉണ്ടായിരുന്നു. ഡയറക്ടർ ബൈ എച്ച് വിനോദിന്റെ പടമാണ്. ഒരു എന്താണ്, ഒരു അച്ഛനും മകനും അങ്ങനെയല്ലേ? അങ്ങനെ ആയിരിക്കും ഇത്. മറ്റേ സഹോദരി മോള് അങ്ങനെ ഇത് കാണാൻ തെരിയിൽ അതാണ് ഓർമ്മ. തെരിയില് മറ്റേ കൊച്ചുമായിട്ടുള്ള പാട്ട്. എല്ലാവരും ചിത്രശലഭമാണ്. ഒറ്റ പിള്ളേ ഉള്ളു. വിജയ് ഡാൻസ് കളിക്കുന്നു. ഓ സെറ്റ് സെറ്റ്. ഇത് തളവൊരു വോയിസ് ഉണ്ടടാ. എന്ത് സെറ്റ് അല്ലേ, എന്ത് സ്വീറ്റ് അല്ലേ. ഓ എന്തൊരു ഫ്രെയിമടാ പോരെ. തിയേറ്ററിന്റെ ഒരു ഫീൽ ഉണ്ടാവും. അനിതിന്റെ പാട്ട് അല്ലെങ്കിൽ തിയേറ്ററൊക്കെ നല്ല രസമുണ്ട്. ഫീൽ ഗുഡ് വരുമ്പോഴുള്ളൊരു സാധനം. അണ്ണൻ കൈ തുറന്നാല് ഇമോഷണൽ ആണ് കേട്ടാ. ഞാൻ ചെല്ലമകളെ അതിനെ പറഞ്ഞു. ഓ ഇത് നീ ശ്രദ്ധിച്ച മറ്റേ എന്തിനാണ് അവര് സീൻ കാണിക്കണത് അത് തന്നെ മറ്റേ അനിമേഷന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. സിംഗർ തലപതി വിജയ്. രണ്ട് പാട്ടാ ഇതിൽ തന്നെ അവന്റെ ലിറിക്സ്. പുള്ളി തന്നെ എല്ലാത്തിനും. പക്ഷെ അവന്റെ ലിറിക്സ് നല്ല സെറ്റാണ്. സൂപ്പർ സാധനമാണ്. കണ്ട നേരത്തെ പറഞ്ഞ ചിത്രശലഭം പാട്ടാ. അല്ലെങ്കിൽ അമ്മ അച്ഛനും മരിച്ചു പോയിട്ട് ഒരു ചേട്ടനല്ലേ ഉള്ളൂ. അതായിരിക്കും. ഇത് മറ്റേ കബഡിയുടെ എല്ലാ ഇമോഷനും ഉണ്ട്. മറ്റേ ആ മാല പദവൊക്കെ സീരിയൽ നീ ഇത് എവളാണ് മമിത അല്ലേ? കാരണം അതില് വയസ്സായ വിജയാണ്, ഇതില് ചെറുപ്പം. സംഭവം അത് തന്നെ. അതായത് നമ്മള് ചെയ്ത മറ്റേ പാട്ടില്ലേ, മറ്റേ പാട്ടിന് ആ കച്ചേരിയിലെ ആ വിജയ് നല്ല നല്ല സീനല്ലേ. നെഞ്ചിൽ കുടി തീർക്കും. അതാണ് ഇത് സംഭവം. അത് തന്നെ മറ്റേ മമിതേര ആ സാധനം വെച്ചിട്ട് ആ മാല പകുതി കേസിൽ അതാ ഞാൻ പറഞ്ഞത്. അത് മറ്റേ ഗ്രൂപ്പിലൊക്കെ വന്നേരാ സാധനം. അതുപോലെ ഇത് തന്നെ മമിതേര മറ്റേ വളർത്തിക്കൊണ്ട് വരുന്നു. എനിക്ക് തോന്നുന്നു മമിതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാകും. മമിതേര അച്ഛനമ്മമാരെ മരിച്ചിട്ട് വിജയ് വളർത്തി ലാസ്റ്റ് മമിതയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും. വിജയ് ഇറങ്ങും. അവിടെ വെച്ചാണ് മറ്റേ അവളെ പരിചയപ്പെടുന്നത്, പൂജ അടിച്ച്. ആ വാക്കി തന്നെ ഉണ്ട്, നീതാണ് ചെല്ലമകളെ. പിന്നെ കാണിച്ചു സംഭവം അത് തന്നെയാണ്. കാരണം ഇവളെ വളർത്തിന് വിജയ് കല്യാണം കഴിക്കാൻ മറന്നുപോയി. അങ്ങനെ വയസ്സായിട്ട് അങ്ങനെ വയസ്സായല്ല വയസ്സിലെ കല്യാണം. വിജയുടെ കൂത്ത് ഡാൻസ്. അതെന്തര്, അത് ക്രയോൺസ് അല്ലേ? അത് തന്നെ ക്രയോൺസ് പടമൊക്കെ വരയ്ക്കുന്നത്. എനിക്ക് മമിത പടം വരയ്ക്കുന്നു.
നീതാനെ എനിക്ക് എല്ലാമേ. ഈ ഫ്രെയിം ആണെങ്കിൽ മറ്റേ ലീവിലാണോ ഞാൻ പറയാ യാറിട്ടാ. അത് കണ്ട ചിത്രശലഭം വയ്യ പറഞ്ഞു. ക്രയോൺസ് ഒക്കെ കിടക്കണ്. ഇത് അത് തന്നെ നമ്മള് പറഞ്ഞ തന്നെ കഥ. ക്രയോൺസ് അല്ല പിയാനെ ക്രയോൺസ് കിടക്കണില്ലേ. വിജയ്ക്ക് ഒരു കൊടയുണ്ട്. ഇതാണ് പാട്ടിലെ സാധനം. സംഭവം അത് തന്നെ. നമ്മൾ കഥ പ്രൊഡിക്ട് ചെയ്ത് പാട്ട് കണ്ടപ്പോഴേ സംഭവം ഭഗവത് കേസരി ഇല്ലേ, അത് കണക്ക് തന്നെ അമിതേനെ മിക്കവാറും ചെറുതിലെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് വിജയ് വളർത്തുന്നു. അങ്ങനെ ഒരു ഇതില് എന്ത് പറയട്ടെ. അപ്പൊ നമ്മള് പ്രൊഡിക്ട് ചെയ്ത പോലെ തന്നെ ഭഗവത് കേസരിയിലെ അതുപോലെ തന്നെ അതേ സെയിം മാല ചെറുപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നു. അമിത ബൈജുവാണ് നമ്മൾ ഈ കുഞ്ഞായിട്ട് കണ്ടത്. മേ ബി ആയിരിക്കാം. അപ്പൊ എന്താ വിജയ് ഏറ്റ് വളർത്തുന്നു, വിജയ് വളർത്തിയെടുക്കുന്നു. ലാസ്റ്റ് കുറച്ച് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ ഒരു ലവ് അഫെയർ ഒക്കെ കാണാതിരിക്കും അല്ലേ. ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും കൊല്ലേ അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. വിജയ് രംഗത്തിറങ്ങും. ഇതൊക്കെയാണല്ലേ കഥ. രക്ഷകനാണല്ലോ. പക്ഷെ ഇതില് നമ്മളെ എങ്ങനെ വിജയുടെ മറ്റേ മസാലകളൊക്കെ എങ്ങനെ ഇതിനകത്ത് ആടാവും നമുക്കറിയാം. ഇതൊന്ന് സെറ്റ് ആക്കിയാൽ മതി. അത് എത്ര ലാസ്റ്റ് പടമാണ്. നമ്മളെല്ലാം വിജയ് ഫാനാണ്. പോയി കാണുന്നൊരു പ്രയോജനം പൂജ ഹെഡ് എനിക്ക് ആവശ്യമില്ല. അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പടവും പൊട്ടിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ബീസ്റ്റായാലും വിജയിച്ച അങ്ങ് വൈകുണ്ഠപുരത്ത് മാത്രം വിജയിച്ചിട്ടുണ്ട്. വിജയുടെ പടം ഇല്ലല്ലോ. അല്ല വിജയുടെ പടമല്ല ഞാൻ എന്നാലും പറഞ്ഞത്. അവളെ ഡാൻസ് കളിച്ചോണ്ടാണ് പൊട്ടിന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട്. ഈ പടം വിജയിച്ചാലേ വിജയിക്കട്ടെ. മാറ്റി മാറി. എന്തായാലും അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ അടിപൊളി. നല്ല വിശേഷം. തലപതിയുടെ വോയിസ് അത് തന്നെ. തലപതി നൻപകർ നെഞ്ചിൽ കുടിയിരിക്കും. അപ്പൊ അത്ര പറയാം. മലേഷ്യ പോയിട്ട് അങ്ങനെ ലുക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണിച്ചു തരും. അതൊക്കെയാണ് നമ്മളെ ലുക്ക്. അപ്പൊ സൂപ്പറായിട്ട് മലേഷ്യ പോയിട്ട് ഓഡിയോ ലോഞ്ച് ഒക്കെ നടക്കുകയാണ് സൂപ്പറായിട്ട്. അപ്പം എല്ലാം സെറ്റാണ്. അപ്പൊ മലേഷ്യയിലൊക്കെ പോയിരിക്കുകയാണ് നമ്മുടെ അണ്ണൻ. എയർപോർട്ടിൽ നിന്നിട്ട് മൊത്തം മലേഷ്യ കൺട്രോളിലാന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ വരും. അപ്പൊ എന്താണ് പിന്നെ നമ്മളെ ഓഡിയോ ലോഞ്ച് വരും. ഓഡിയോ ലോഞ്ചിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരും. അവസാനത്തെ സ്പീച്ച്, അവസാനത്തെ ഓഡിയോ ലോഞ്ച് അത്രേ ഉള്ളു. അപ്പൊ എല്ലാരും വരുമെന്ന് പറയണല്ലേ. ഫാൻ ബോയ്സ് എല്ലാരും വരും. ലോകേഷ്, നെൽസൺ, അല്ലി മൂന്നുപേരും വരും പറയുന്നു. എന്നിട്ട് ഇവരെയൊക്കെ അണ്ണനാണല്ലോ വളർത്തിയത്. അറിയാലോ. അപ്പം തമിഴ് ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താണ് അല്ലേ പാട്ടിന്റെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ല, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കഥയാണോ നിങ്ങൾക്ക് കേട്ടത് അറിഞ്ഞതെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലേ. അപ്പോ ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉണ്ണ വരാം. പുതിയ വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉണ്ണ വരാം. ആൻഡ് ദെൻ ലൈൻ കട്ട്. എന്തൊക്കെയാ പറയാ.